നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ലൈറ്റ് ഹൗസിൻ്റെ മീതെ കൂടെ തിരമാല ഉയർന്നു പൊങ്ങുന്ന ഒരു സംഭവം പരിശുദ്ധമായി കാണിച്ചു. കർത്താവ് പറയുന്നു, ഈ നമ്മുടെ കേരളത്തിന് വേണ്ടിയും പ്രത്യേകിച്ചും ഭാരതത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉയർന്നു പൊങ്ങുന്ന വലിയൊരു സുനാമി ഉണ്ടാകാൻ പോകുന്നു. ലൈറ്റ് ഹൗസിൻ്റെ മീതെ കൂടെ ഉയർന്നു പൊങ്ങി വരുന്ന വലിയൊരു സുനാമി തിരമാല നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗമൊരുക്കിയ ഈ നല്ല സാവകാശമോർത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എത്ര നല്ലവനാണ്. കർത്താവ് സർവ്വശക്തൻ. നമ്മളെ ഓരോ ദിവസവും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നല്ലോ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കും കരുതലിനുമായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലെ പ്രവചന ശബ്ദങ്ങളെ നിങ്ങൾ കേൾക്കുകയും അതോർത്ത് പ്രാർത്ഥിക്കുകയും ദേശത്തിന് വേണ്ടി രാജ്യങ്ങൾക്ക് വേണ്ടി ഇടിവുകളിൽ നിൽക്കുകയും ചെയ്യുന്ന, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. ദേശത്തിൻ്റെ കാവൽക്കാരായി, രാജ്യത്തിൻ്റെ കാവൽക്കാരായി പരിശുദ്ധാത്മാവ് വീണ്ടും നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഇപ്പോൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയോടെ നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നു. ജലപ്രളയവും ഉരുൾപൊട്ടൽ നിമിത്തം വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് പരിശുദ്ധാത്മാവ് മുൻകൂട്ടി നേരത്തെ പറഞ്ഞതാണ്. ഇങ്ങനെ ഉള്ള ജലപ്രളയം ഉണ്ടാകും, ദൈവജനം പ്രാർത്ഥിക്കണമെന്ന് മുൻകൂട്ടി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചിരുന്നു. അതിൻ്റെ തീവ്രത കുറയാൻ ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ തീവ്രത കുറയും, മാറേണ്ടത് മാറും, നടക്കേണ്ടത് നടക്കും. പക്ഷേ ദൈവം മുൻകൂട്ടി അറിയിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കാനാണ്. നീക്കുപോക്ക് ദൈവം തരട്ടെ. വിശ്വസിച്ച് പ്രവചന ശബ്ദങ്ങളെ, ദൈവശബ്ദങ്ങളെ ഏറ്റെടുക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ചില പ്രവചന ശബ്ദങ്ങളെ, ചില വചന വെളിപ്പാടുകളെ കൈമാറാൻ പരിശുദ്ധാത്മാവ് ഞാൻ ശരണപ്പെടുന്നു. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ നിങ്ങളിത് കേൾക്കുക. വേഗത്തിൽ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. വല്ലാത്ത സാഹചര്യങ്ങളുടെ അകത്ത് അകപ്പെട്ട്, വല്ലാത്ത പ്രതിസന്ധിയുടെ അകത്ത് അകപ്പെട്ട്, വല്ലാതെ തകർന്ന് നശിച്ചു പോയ, പ്രത്യാശയ്ക്ക് ഒരു വകയുമില്ലാതെ തകർന്നു പോയ കുടുംബങ്ങൾ, ഒരു വകയും രക്ഷപ്പെടാൻ, അനുഗ്രഹിക്കപ്പെടാൻ, ഉയർച്ച പ്രാപിക്കാൻ, എഴുന്നേൽക്കാൻ യാതൊരു ചാൻസസും ഇല്ലാത്ത കുടുംബങ്ങൾ, വ്യക്തികൾ, തലമുറകൾ, നിങ്ങളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. എൻ്റെ പ്രാർത്ഥന മുറിയിൽ കർത്താവ് എന്നോട് സംസാരിച്ച ആ പ്രവചന ശബ്ദത്തെ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യം, നിങ്ങളെ നോക്കി ചുറ്റുമുള്ളവരും നിങ്ങളുടെ കുടുംബക്കാരും നമ്മൾ തന്നെ സ്വയം പറഞ്ഞു ഇനി അനുഗ്രഹിക്കപ്പെടത്തില്ല. സ്വയം നമ്മൾ പറഞ്ഞു ഇനി രക്ഷപ്പെടാനുള്ള ചാൻസും ഇല്ല, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഇനി എഴുന്നേൽക്കത്തില്ല, ഇനി പുറത്തു വരത്തില്ല, ഇതിൻ്റെ അകത്തുനിന്ന് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകത്തില്ല, നശിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന, സകലതും അസ്തമിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന, ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന, മുമ്പോട്ട് ഇനി ഒരു സ്വപ്നം കാണാനുമില്ല, ഒരു പ്രതീക്ഷയ്ക്കും ഇനി വകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബമേ, എന്ന് പറഞ്ഞിരിക്കുന്ന തലമുറയെ, നിങ്ങളോടുള്ള കർത്താവിൻ്റെ ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുന്നു. കാരണം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മൾക്ക് പലപ്പോഴും അതൊന്നും സാധ്യമായിരിക്കത്തില്ല. സാധിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്. നടന്നു കിട്ടാൻ ബുദ്ധിമുട്ടാണ്, തുറന്നു കിട്ടാൻ ബുദ്ധിമുട്ടാണ്, സന്തോഷിക്കാൻ ബുദ്ധിമുട്ടാണ്, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ഏത് കാര്യം ബുദ്ധിമുട്ടാണോ ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതങ്ങൾ ചെയ്യുന്ന, നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. നിങ്ങൾ വിശ്വസിക്കുക, അതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാകുക. പ്രൈസ് ദ ലോർഡ്. സകല പ്രതീക്ഷകളും
സകല ആശയും സകല പ്രത്യാശയും മങ്ങിപ്പോയ കുടുംബങ്ങളോട്, വ്യക്തികളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമായി. നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ ശുശ്രൂഷയിൽ, ആമേൻ, നിങ്ങളുടെ ജോലി മേഖലയിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയം. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന, ഇനി രക്ഷപ്പെടത്തില്ല, ഇനി ഞങ്ങൾ പുറത്ത് വരത്തില്ല, ഞങ്ങൾ കേട്ട വാഗ്ദത്തങ്ങളും ഞങ്ങൾ പ്രാപിച്ചെടുത്ത ദൈവകൃപയും, ഇനി ഇതൊക്കെ എന്നാണ് പ്രവർത്തിക്കാൻ കഴിയുന്നത്? ഈ ദൈവകൃപയിൽ എന്നാണ് നിലനിൽക്കാൻ കഴിയുന്നത്? ചില പിന്മാറ്റത്തിൽ പോയ ചില വ്യക്തികൾ, തകർന്നുപോയ ചില വ്യക്തികൾ, ശുശ്രൂഷയിൽ തകർന്നുപോയ, ജീവിതത്തിൽ തകർന്നുപോയ വ്യക്തികളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ള ദൈവശബ്ദം. ആമേൻ. അതിന് ആധാരമായി നമുക്കൊരു വാക്യം നമുക്ക് വായിക്കാം. യെഹെസ്കേൽ പുസ്തകം 37 അധ്യായം അതിൻ്റെ 4 വാക്യം. അവൻ എന്നോട് കൽപ്പിച്ചത്, ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നി. ഇതെന്താണ് ഈ കർത്താവ് പറയുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടത്തില്ല. ഈ ദൈവപുരുഷനോട്, ഈ അഭിഷിക്തനോട് ദൈവം പറയുന്ന വചനം ശ്രദ്ധിക്കുക. ദൈവം പറയുകയാണ്, നീ പ്രവചിക്കുക. ആരോട്? അസ്ഥികളോട് പ്രവചിക്കാൻ പറയുന്നു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളോട് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ആമേൻ. ആരോടാ പറയുന്നത്? ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ആമേൻ. അവിടെ പ്രവചിക്കാൻ ആ മനുഷ്യന് കഴിയത്തില്ല. ഒരു മാനുഷ്യ ചിന്തയിൽ ആ മനുഷ്യന് വിശ്വസിക്കാൻ കഴിയത്തില്ല. മാനുഷ്യ ചിന്തയിൽ ആ മനുഷ്യന് പ്രവചിക്കാൻ കഴിയത്തില്ല. കാരണം അവനോട് പ്രവചിക്കാൻ പറഞ്ഞത് മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയോടല്ല, രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയോടല്ല, മരിച്ച് നാറ്റം വെച്ച് കിടക്കുന്ന ഒരു വ്യക്തിയോടല്ല. ആമേൻ. മരിച്ചിട്ട് ശരീരത്തിൽ മാംസം ഒരു തുള്ളിയില്ലാത്ത വെറും ഉണങ്ങിക്കിടക്കുന്ന അസ്ഥിക്കൂമ്പാരത്തോട് നോക്കി പ്രവചിക്കാൻ യഹോവയായ ദൈവം ആ മനുഷ്യനോട് പറയുമ്പോൾ, ആമേൻ, എങ്ങനെ അതിനെ നോക്കി പ്രവചിക്കാൻ പറ്റും? കാരണം സാധ്യതകളില്ല. ആ അസ്ഥിയുടെ മേൽ ആമേൻ മാംസമില്ല, ത്വക്കില്ല, നേർവുകളില്ല, ഒരു സാധ്യതകളുമില്ല. പോരാത്തതിന് ഈ അസ്ഥി മുഴുവൻ ആമേൻ ബന്ധം വേർപെട്ട് കിടക്കുകയാണ്. ചിതറിക്കിടക്കുന്ന അസ്ഥികളാണ്, അസ്ഥിക്കൂടങ്ങളല്ല. ഇത് ഒരുമിച്ച് കൂടി നിൽക്കുന്നതുമല്ല. ഏതിൻ്റെ അസ്ഥിയാണെന്നറിയത്തില്ല, ഏതിൻ്റെ തലയാണെന്നറിയത്തില്ല, ഏതിൻ്റെ വാരിയാണെന്നറിയത്തില്ല. ഇതിനെ നോക്കി എങ്ങനെ പ്രവചിക്കാൻ പറ്റും? എങ്ങനെ സാധ്യതകൾ പ്രവചിക്കാൻ പറ്റും? നീ എഴുന്നേക്കുമെന്ന് എങ്ങനെ പറയാൻ പറ്റും? നീ ഉയർക്കുമെന്ന് എങ്ങനെ പറയാൻ പറ്റും? നീ ഒരു അത്ഭുതമായി മാറുമെന്ന് എങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റാത്ത സാഹചര്യത്തിൻ്റെ നടുവിൽ യെഹെസ്കേലിനെ കൊണ്ട് ഈ കർത്താവ് നിർത്തി. ഏമേ. ഒരു താഴ്വരയിൽ കൊണ്ട് ഈ അദ്ദേഹത്തിന് തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, യെഹെസ്കേലിനെ യഹോവയുടെ ആത്മാവ് ഒരു താഴ്വരയിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് ഏറ്റവും ആമേൻ ഉണങ്ങിയ അസ്ഥികളുള്ള അസ്ഥിക്കൂമ്പാരം നിറഞ്ഞിരിക്കുന്ന, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വരയിൽ കൊണ്ട് ആമേൻ ഈ അഭിഷിക്തനെ, ഈ മനുഷ്യപുത്രനെ കൊണ്ട് നിർത്തിയിട്ട്, ഈ അഭിഷിക്തനെ കൊണ്ട് നിർത്തിയിട്ട് ആമേൻ അതിൻ്റെ അകത്തോടെ ആമേൻ ചുറ്റി നടത്തി അതിൻ്റെ സ്ഥിതികൾ മുഴുവൻ കാണിച്ചു, അതിൻ്റെ അവസ്ഥകൾ മുഴുവൻ കണ്ടു, മുഴുവൻ അവസ്ഥയും കണ്ടു. ആമേൻ കണ്ടിട്ട് ഉണങ്ങി വരണ്ടിരിക്കുന്ന, ഏറ്റവും ഉണങ്ങി വരണ്ടിരിക്കുന്ന ആ അസ്ഥികളോട് ദൈവം പറയുന്നു, അഭിഷിക്തനെ പ്രവചിക്കുക. ആമേൻ.
നമുക്ക് ജീവിച്ചിരിക്കുന്നതോട് പ്രവചിക്കാൻ പറ്റുന്നില്ല. ആരോഗ്യമുള്ള ജീവിച്ചിരിക്കുന്ന വ്യക്തികളോട് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു ജീവനുമില്ലാത്ത, ആരോഗ്യമില്ലാത്ത, ശരീരത്തിൽ മാംസങ്ങളില്ലാത്ത, സാധ്യതകളില്ലാത്ത, വെറും ഉണക്കടിച്ച് നിൽക്കുന്ന അസ്ഥിയെ നോക്കി പറയുന്നു, അസ്ഥിക്കൂമ്പാരങ്ങളെ നോക്കി പറയുന്നു, നീ പ്രവചിക്കുക. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മനുഷ്യൻ പറയുന്നു, ആ മേലത്തെ വാക്യം വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവനോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യഹോവയായ കർത്താവേ, നീ അറിയുന്നു. എനിക്കിതിനകത്ത് ഒന്നും പറയാനില്ല. കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ലെന്നേ. കാരണം ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഇതിൻ്റെ സാഹചര്യം കണ്ടിട്ട്, ഇപ്പോൾ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടിട്ട്, ഈ ഉണങ്ങി വരണ്ടിരിക്കുന്ന ഒരു പ്രതീക്ഷകളുമില്ലാത്ത, എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടിരിക്കുന്ന ഇതിനെ നോക്കി പ്രവചിക്കാൻ എനിക്ക് കഴിയുന്നില്ല. യഹോവയായ കർത്താവേ, നീ അറിയുന്നു. എന്ത് സംഭവിക്കും, എങ്ങനെയായിട്ടും നീ അറിയുന്നു. കാരണം നീ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാണ്. മരണവും ജീവനും നിന്റെ കയ്യിലിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ നിന്റെ കയ്യിലിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവേ, നീ അറിയുന്നു സകലതും. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ആ അഭിഷിക്തനോട് യഹോവയായ ദൈവം ചോദിക്കുമ്പോൾ ആ മനുഷ്യനൊന്നും പറയാനില്ല. കാരണം ചുറ്റി നടന്ന് സകലതും കണ്ടു, സകല സിറ്റുവേഷനും മനസ്സിലാക്കി. ആ അസ്ഥികൾ എങ്ങനെയിരിക്കുന്നു എന്നും ഒന്നിനോട് ചേരാതെ ചെതറിക്കിടക്കുന്ന ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ പറയും? ഇത് ജീവിക്കുമെന്നോ ഇല്ല എന്തെങ്കിലും സംഭവിക്കുമെന്നോ എന്തെങ്കിലും നടക്കുമെന്നോ പറയാൻ അവന് പറ്റത്തില്ല. കാരണം സാധ്യതകളൊന്നുമില്ല, സാഹചര്യങ്ങൾ അനുകൂലമല്ല. ഒരു കാര്യവും അനുകൂലമല്ലാതിരിക്കുന്ന ഇടത്ത് അവനൊന്നും പറയാൻ പറ്റുന്നില്ല. ഇവിടെ നമുക്ക് ജീവിച്ചിരിക്കുന്നതോട് പ്രവചിക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ ആ അഭിഷിക്തൻ പറഞ്ഞു, യഹോവയായ കർത്താവേ, അങ്ങ് അറിയുന്നു. കാരണം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് യെഹെസ്കേൽ അറിയാം. നീ വിശ്വസിക്കാൻ തയ്യാറാകോ? എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി കുടുംബമേ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ തയ്യാറാകോ? നിങ്ങളുടെ സാഹചര്യങ്ങൾ എത്ര മോശമാകട്ടെ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ലാത്ത ഒരു സാഹചര്യമാകട്ടെ, നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റാത്ത ഒരു മേഖലയാകട്ടെ, നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റാത്ത വലിയ കുരുക്കിൻ്റെ അകത്ത് നിങ്ങളായിത്തീരട്ടെ, നിങ്ങൾക്ക് ഉയർക്കാനുള്ള ഒരു സാധ്യതകളുമില്ലാത്ത, മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കാൻ ഒരു സാധ്യതകളുമില്ലാത്ത ഒരു സാഹചര്യമാകട്ടെ, അതിൻ്റെ അകത്ത് വിശ്വസിക്കാൻ പറ്റാവോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ നിങ്ങൾക്ക് തയ്യാറാകാമോ? വചനം കേൾക്കാൻ തയ്യാറാകാവോ? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ആ ഉണങ്ങിയ അസ്ഥികളെ നോക്കി എന്താ പറയാൻ പറഞ്ഞെന്നറിയോ? യഹോവയുടെ വചനം കേൾക്കാൻ. ആ വാക്യം നോക്കിയേ, 34 വാക്യം. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. ഉണങ്ങിയ അസ്ഥിയാണെങ്കിലും യഹോവയുടെ വചനം കേൾക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട് എന്ന് ഉണങ്ങി വരണ്ടിരിക്കുന്ന അസ്ഥിയോട് പറയുന്നു. നീ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു സ്വർഗമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, നിങ്ങൾ എത്ര ഉണങ്ങിയ അവസ്ഥയിലിരിക്കുന്നവരാണെങ്കിലും, ഏത് തകർച്ചയിലിരിക്കുന്നവരാണെങ്കിലും, ഏത് പ്രശ്നത്തിൻ്റെ നടുവിൽ അകപ്പെട്ടവരാണെങ്കിലും, പുറത്തു വരാൻ ഒരു ചാൻസും ഇല്ലെങ്കിലും, രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ലെങ്കിലും, അനുഗ്രഹിക്കപ്പെടാൻ ഒരു ചാൻസും ഇല്ലെങ്കിലും, ഒരു വഴികളും തുറന്നു വരത്തില്ലെങ്കിലും, ഒരു കരം നീട്ടത്തില്ലെങ്കിലും, വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ
എൻ്റെ ദൈവത്തിന് സകലതും ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾ വചനം വിശ്വസിക്കാൻ തയ്യാറാകുക, പ്രവചന ശബ്ദങ്ങളെ വിശ്വസിക്കാൻ തയ്യാറാകുക, ദൈവ ശബ്ദങ്ങളെ വിശ്വസിക്കാൻ തയ്യാറാകുക, ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറാകുക, വചനം കേൾക്കാൻ തയ്യാറാകുക. ആമേൻ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ ചിന്തിക്കാത്ത അത്ഭുതം, നിങ്ങൾ ചിന്തിക്കാത്ത ദൈവപ്രവൃത്തി, നിങ്ങൾ കാണാത്ത വഴികൾ, നിങ്ങൾ കാണാത്ത അനുഗ്രഹങ്ങൾ, നിങ്ങൾ ഇന്നുവരെ അനുഭവിക്കാത്ത നന്മകൾ നിങ്ങളുടെ കൈക്കകത്ത് വരും. പ്രൈസ് ദ ലോർഡ്. ഏത് സാഹചര്യങ്ങളെയും മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സ്വർഗം നമുക്കുണ്ട് കേട്ടോ. ഏത് അവസ്ഥയെ മാറ്റാൻ പറ്റുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ ആകെ ഡ്രൈ ആയിരിക്കുന്ന ആത്മീയ ഭൗതിക മേഖലകളിൽ ഡ്രൈ ആയിരിക്കുന്ന നിങ്ങളുടെ സിറ്റുവേഷനെ മാറ്റാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പക്ഷേ യെഹെസ്കേലിനെ പോലെ ഇല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ പാസ്റ്റർ ഈ സിറ്റുവേഷൻ നോക്കി എങ്ങനെ പ്രവചിക്കാനാ? പ്രവചിക്കണം. യഹോവയായ ദൈവം സിറ്റുവേഷൻ മുഴുവൻ ആ മനുഷ്യന് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, മനുഷ്യപുത്ര നീ പ്രവചിക്കുക. ആ ഇസ്രായേലിൻ്റെ അവസ്ഥയാണ് കാണിക്കുന്നത്. ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അവർ ആത്മീയമായി ഡ്രൈ ആയിപ്പോയി, സകലത്തിനും ഡ്രൈ ആയി ഉണങ്ങി വരണ്ടു പോയ സിറ്റുവേഷനെ അവിടെ കാണിക്കുന്നതാണ്. ആമേൻ. ഇത് പ്രവചന ശബ്ദമായി സ്വീകരിക്കുക. ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയവർ, ദൈവവേലയിൽ നിന്ന് പിന്മാറിപ്പോയവർ, പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് പിന്മാറിപ്പോയവർ, നിങ്ങളോടുള്ള ദൈവശബ്ദമാണ്. നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കാൻ തയ്യാറാകാവോ? മടങ്ങി കയറാൻ തയ്യാറാകാവോ? മാനസാന്തരപ്പെടാൻ തയ്യാറാകാവോ? ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറാകാവോ? വാഗ്ദത്തം അല്പമൊന്ന് താമസിച്ചത്തേനും പെറുപുറത്തവർ, പിന്മാറിപ്പോയവർ, ചില പ്രാർത്ഥന വിഷയങ്ങൾക്ക് വിടുതൽ കിട്ടാതെ വന്നപ്പോൾ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവർ, വിശ്വസിക്കാൻ തയ്യാറാകാവും. നിന്റെ സമയമാണ്. നീ ഉയർക്കേണ്ട, നീ എഴുന്നേൽക്കേണ്ട, നീ പ്രയോജനപ്പെടേണ്ട സമയമായി. നീ വിശ്വസിക്കാൻ തയ്യാറെങ്കിൽ, നീ കർത്താവിനെ ആശ്രയിക്കാൻ തയ്യാറെങ്കിൽ, ഒരു സാഹചര്യം നിന്റെ മുമ്പിൽ ഇല്ലെങ്കിലും നിന്റെ തലമുറ വെടിവെക്കപ്പെടും. ഒരു സാഹചര്യം ഇല്ലെങ്കിലും നിന്റെ തലമുറ എഴുന്നേൽക്കും. ഒരു സാഹചര്യം ഇല്ലെങ്കിലും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഒരു സാഹചര്യം ഇല്ലെങ്കിലും നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. നീ വിശ്വസിക്കാൻ തയ്യാറാകുക. നീ അനുഗ്രഹിക്കപ്പെടും. നിനക്ക് വഴി തുറന്നു വരും. നീ അത്ഭുതമായി മാറും. നിന്റെ തലമുറ അത്ഭുതമായി മാറും. നിന്റെ ജീവിതം അനുഗ്രഹമായി മാറും. നിന്റെ കുടുംബം അത്ഭുതമായി മാറും. നിന്റെ ശുശ്രൂഷ അത്ഭുതമായി മാറും. പ്രൈസ് ദ ലോർഡ്. വിശ്വസിക്കാൻ തയ്യാറാകും. ദൈവശബ്ദത്തെ ഇതെന്നോട് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ, ഇതെന്നോട് ദൈവാത്മാവ് വചനത്തോട് ഇടപെടുമ്പോൾ, ഞാനിത് ഒത്തിരി പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. എൻ്റെ സാഹചര്യം അനുകൂല സാഹചര്യമല്ലായിരുന്നു. പ്രതിസന്ധികൾ ഉണ്ട്, പക്ഷേ സ്ട്രഗിളുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിലും അതിനെ അതിജീവിച്ചാണ് ഞാൻ ഈ മെസ്സേജ് കൈമാറുന്നത്. തകർന്നിരിക്കുന്നവർ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, നുറുങ്ങിയിരിക്കുന്നവർ നിങ്ങളെ ബലപ്പെടുത്താൻ പരിശുദ്ധാത്മാവിനോട് കൈമാറാൻ പറഞ്ഞ ശബ്ദം എനിക്കുറപ്പാണ്. ഈ ദൈവശബ്ദം കേൾക്കുന്ന ജീവിതത്തിൻ്റെ അകത്ത് ദൈവം അത്ഭുതം ചെയ്യും. എനിക്കുറപ്പാണ്. ഈ പ്രവചന ശബ്ദം വിശ്വസിക്കുന്നവർ, ഈ ദൈവവചനത്തെ സ്വീകരിക്കുന്നവർ, നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ ആത്മീയ ഭൗതിക ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതിന് മാറ്റമില്ല. കാരണം ആ അസ്ഥിയുടെ സിറ്റുവേഷൻ മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ദൈവം മാറ്റും. അങ്ങനെ ആയിപ്പോയ ആ ഇസ്രായേൽ ജനത്തിൻ്റെ സിറ്റുവേഷൻ മാറ്റാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ നമ്മുടെ അവസ്ഥ ദൈവം മാറ്റിയിരിക്കും. ദൈവമക്കളെ, പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറാക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ തലമുറയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, ഈ വചനമൊന്നും പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ്റെ അകത്താണ് നീയും കുടുംബം ഇരിക്കുന്നെങ്കിൽ, എൻ്റെ സഹോദര അഭിഷിക്തനെ, സഹോദരി, നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറാകുക. ഉണങ്ങി വരണ്ടിരിക്കുന്ന നിൻ്റെ സാഹചര്യത്തെ, രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത, എല്ലാ പ്രത്യാശയ്ക്കും ഭംഗം വന്നിരിക്കുന്ന കുടുംബമേ, വ്യക്തിയെ, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ദൈവം നിന്നെ ഒരു സൈന്യമാക്കി, നിൻ്റെ തലമുറയെ, നിൻ്റെ കുടുംബത്തെ ഒരു സൈന്യമാക്കി അവൻ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു.
എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആമേൻ. അതിൻ്റെ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. ആ വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. അതിൻ്റെ 12-ാം വാക്യം. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനമേ, നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്ത് കൊണ്ടുപോകും. ആമേൻ. ഇസ്രായേൽ ദേശത്ത് കൊണ്ടുപോകും. എവിടുന്ന്? ശവക്കുഴിയിൽ നിന്ന്. ശവക്കുഴി തുറന്ന്. ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പോൾ ഇസ്രായേൽ ജനമായിരിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലാണ്, അങ്ങനെ ഒരു സാഹചര്യത്തിൻ്റെ അകത്തെന്ന് പറയുന്നു. ശവക്കുഴി തുറന്ന് ഞാൻ നിന്നെ പുറത്തുകൊണ്ടുവരും. ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന പ്രവചന ശബ്ദമാണ്. ഈ പ്രവചന ശബ്ദത്തെ പിടിക്കാൻ പറ്റുമോ? ഈ പ്രവചന ശബ്ദത്തെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന എത്ര വലിയ ശവക്കുഴിയാണെങ്കിലും, അങ്ങനെ ഏത് വലിയ കുഴിക്കകത്താണെങ്കിലും, ഏത് വലിയ കുരുക്കിൻ്റെ അകത്താണെങ്കിലും, അതിൻ്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നൊരു കർത്താവ് ഉണ്ടെന്ന്. കർത്താവേ, ഈ ഇസ്രായേൽ ജനത്തെ അവരായിരിക്കുന്ന സാഹചര്യങ്ങളുടെ ശവക്കുഴിയുടെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ കർത്താവ് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറയെ കർത്താവ് ഈ കുഴിക്കകത്ത്, ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന കടത്തിൻ്റെ കുഴിക്കകത്തുനിന്ന്, നിരാശയുടെ കുഴിക്കകത്തുനിന്ന്, കലകത്തിൻ്റെ കുഴിക്കകത്തുനിന്ന്, കഷ്ടതയുടെ കുഴിക്കകത്തുനിന്ന്, ദാരിദ്ര്യത്തിൻ്റെ കുഴിക്കകത്തുനിന്ന്, രോഗത്തിൻ്റെ കുഴിക്കകത്തുനിന്ന് കർത്താവെ ഞങ്ങളെ നീ ഉയർപ്പിക്കുന്നതിനായി പുറത്തു കൊണ്ടുവരുന്നതിനായി നന്ദി എന്ന് പറയാൻ പറ്റുമോ? പ്രൈസ് ദ ലോർഡ്. കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ ഏത് കുഴിയുടെ അകത്താകപ്പെട്ടാലും അതിൻ്റെ അകത്തുനിന്ന് ദൈവശബ്ദത്തെ സ്വീകരിക്കാൻ, ദൈവവചനത്തെ വിശ്വസിക്കാൻ, ദൈവത്തെ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറായാൽ അതിൻ്റെ അകത്തുനിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദ ലോർഡ്. വിശ്വസിക്കാൻ തയ്യാറാകുക, ദൈവവചനത്തെ സ്വീകരിക്കാൻ തയ്യാറാകുക, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ അത്ഭുതം കാണും. പ്രൈസ് ദി ലോർഡ്. ഈ അഭിഷിക്തൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ അഭിഷിക്തൻ ദൈവശബ്ദം കേട്ട് പ്രവചിക്കുകയാണ്. ആരോട്? അസ്ഥികളെ നോക്കി പ്രവചിക്കുക. പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അസ്ഥിയുടെ മേൽ ഞരമ്പ് വരുന്നു, അതിൻ്റെ മേൽ മാംസം വയ്ക്കുന്നു, അതിൻ്റെ മേൽ തൊക്കുകൊണ്ട് പൊതിയുന്നു. അവൻ നോക്കി നിൽക്കെ അവനെ വെളിപ്പാട് കാണുകയാണ്. പ്രവചിച്ചവൻ തന്നെ അവനെ കാണുകയാണ്. ആമേൻ. ആ ഉണങ്ങി വരണ്ടിരിക്കുന്ന അസ്ഥികൾക്ക് ഞരമ്പ് വരുന്നതും, അതിൻ്റെ മേൽ മാംസം വരുന്നതും, അതിൻ്റെ മേൽ തൊക്ക് പൊതിയുന്നതും, ശ്വാസം അതിൻ്റെ മേൽ വരുന്നതെല്ലാം ഈ പ്രവചിച്ച വ്യക്തി കാണുക. ആമേൻ. ഈ വചനത്തിൻ്റെ വെളിപ്പാടിൽ നിന്ന് ഞാൻ പറയുന്നു, ഞാൻ പ്രവചിക്കുന്നു. ഈ വചനം വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിന്റെ തലമുറ നോക്കി നീ പ്രവചിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ നോക്കി നിൽക്കേ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത്, നീ നോക്കി നിൽക്കേ നിന്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടുന്നത്, നീ നോക്കി നിൽക്കേ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത്, നീ നോക്കി നിൽക്കേ നിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുന്നത് നിന്റെ സ്വന്തം കണ്ണാൽ നീ കാണാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രവചിക്കുക. നിന്റെ തലമുറയെ നോക്കി നീ പ്രവചിക്കുക. നിന്റെ ജീവിത പങ്കാളിയെ നോക്കി നീ പ്രവചിക്കുക. ആമേൻ. നിന്റെ സാഹചര്യങ്ങൾ നോക്കി നീ പ്രവചിക്കുക. ഒന്നും കൺമുമ്പിൽ കാണാനില്ല, മുഴുവൻ ഡ്രൈ ആയിരിക്കും, മുഴുവൻ വരണ്ട് ഉണങ്ങിയിരിക്കുകയായിരിക്കാം. പക്ഷേ നീ നോക്കി പ്രവചിക്കുക. ഇത് അത്ഭുതമായി മാറും, ഇത് അതിശയമായി മാറും, ഇതിൻ്റെ അകത്തൊരു ഉയർപ്പുണ്ടാകും, ഞങ്ങൾക്കും നന്മ വരും. ഞാൻ പ്രവചിക്കുന്നു, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഞാൻ പ്രവചിക്കുന്നു, എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും. ഞാൻ പ്രവചിക്കുന്നു, ഇവളൊരു അത്ഭുതമായി മാറും, ഇവനൊരു അത്ഭുതമായി മാറും. ഞാൻ പ്രവചിക്കുന്നു, എൻ്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഞാൻ പ്രവചിക്കുന്നു, എൻ്റെ കടഭാരം മാറാൻ പോകുന്നു. ഞാൻ പ്രവചിക്കുന്നു, ഞാൻ സൗഖ്യമാകാൻ പോകുന്നു. നോക്കി പറ, നിൻ്റെ ജീവിത പങ്കാളി, നിൻ്റെ മക്കൾ നോക്കി പറ, സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവൻ ഒരു അത്ഭുതമായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവൾ ഒരു അത്ഭുതമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വഴി തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ എക്സാം പാസ്സാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സാഹചര്യങ്ങൾ മാറി മറിയട്ടെ. നീ പ്രവചിക്കാൻ തയ്യാറാകുക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ നിങ്ങളുടെ സന്തതിയെ നോക്കി പ്രവചിക്കാൻ തയ്യാറാകുക.
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, സാഹചര്യം നോക്കി പ്രവചിക്കാൻ തയ്യാറാകുക. നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി പ്രവചിക്കാൻ തയ്യാറാകുക. ചെങ്കടലിൽ നോക്കി പറയുക രണ്ടാകുക, യോർദാനെ നോക്കി പറയുക രണ്ടാകുക. ആമേൻ. നീ പറഞ്ഞാൽ, നീ വിശ്വസിച്ചുകൊണ്ട് നിയോഗത്തോടെ ദൈവശബ്ദം കേൾക്കാൻ നീ തയ്യാറായി, ദൈവശബ്ദത്തിൻ്റെ നിയോഗത്തോടെ നീ പ്രവചിക്കാൻ തയ്യാറായാൽ, വചനത്തെ വിശ്വസിച്ച് നീ പ്രവചിക്കാൻ തയ്യാറായാൽ, നിന്റെ കൺമുമ്പിൽ നീ കാണുക തന്നെ അത്ഭുതങ്ങൾ നടക്കുന്നത് നീ കാണും. പ്രൈസ് ദ ലോർഡ്. നമുക്ക് വിശ്വസിക്കാനേ ബുദ്ധിമുട്ട്. ഈ സാഹചര്യത്തിൽ നടക്കുമോ? ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഏത് സിറ്റുവേഷൻ്റെ നടുവിലാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാക്കുക. കർത്താവിൻ്റെ അത്ഭുതം നിങ്ങൾ കാണും. അതിൻ്റെ 14-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും, ഞാൻ നിങ്ങളെ സ്വന്തം ദേശത്ത് പാർപ്പിക്കും, യഹോവയായ ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന യഹോവയുടെ അരുളപ്പാട്. ഓക്കെ, എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ സ്ഥിതി മാറിയിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ അവസ്ഥ മാറിയിരിക്കും. നിങ്ങൾ സ്വന്തം ദേശത്ത് നിങ്ങളെ പാർപ്പിക്കുന്ന വിധത്തിൽ തന്നെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ സ്വന്തം ദേശത്ത് പാർക്കും. കർത്താവിൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ തന്നിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വാഗ്ദത്തം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, നിങ്ങൾ ആലയാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ ആത്മാവിനെ എന്നിലാക്കി. കർത്താവേ, അങ്ങയുടെ ഇഷ്ടത്തെ ചെയ്യുവാൻ എന്നെ ഒരുക്കണമേ, ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ, എന്ന് ദൈവത്തോട് ചേർന്ന് നിന്നാൽ നിൻ്റെ ജീവിതം അത്ഭുതമായി മാറും. ഒരു പദം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രവചന ശബ്ദം കൈമാറാൻ ആഗ്രഹിക്കുന്നു. അവിടെ യെഹെസ്കേൽ പ്രവാചകനെ താഴ്വരയിൽ കൊണ്ടു നിർത്തിയിട്ട് അസ്ഥി പറക്കി കൂട്ടാൻ പറഞ്ഞാൽ, ഓരോ അസ്ഥി കൂടമാക്കി നിർത്തി പ്രവചിക്കാൻ പറഞ്ഞാൽ പറ്റത്തില്ല. ഏതിൻ്റെ തലയാന്ന് ആ വിഷയത്തിന് അറിയത്തില്ല. ഏതിൻ്റെ വാരിയാന്നും ആ വിഷയത്തിന് അറിയത്തില്ല. അപ്പോൾ അവിടെ പെറുക്കി എടുക്കൽ നടക്കത്തില്ല. അവിടെ ഒന്നേ പറ്റത്തുള്ളൂ, പ്രവചിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, നിയോഗത്തോടെ പ്രവചിക്കുക, പ്രാർത്ഥിക്കുക. ആമേൻ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ ശബ്ദം ശ്രദ്ധിക്കുക. തലയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ, വാരിയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ തപ്പണ്ട, കറക്റ്റ് കിട്ടാൻ വഴിയില്ല. ഏതിൻ്റെ തലയാണെന്നാ ഓർത്ത സഹോദരി എടുത്തു വെക്കുന്നേ? നമ്മുടെ തല തന്നെ നമുക്ക് വരണമെങ്കിൽ, അതായത് വിവാഹം കഴിക്കാത്ത സഹോദരന്മാർക്കുള്ള ദൈവശബ്ദം കേട്ടോ. ആമേൻ. ഏതിൻ്റെ തലയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ തിരഞ്ഞ് തപ്പിപ്പിടിച്ചെടുത്താൽ തല ചേരണമെന്നില്ല. കാരണം അവിടെ പ്രവചിച്ചപ്പോൾ അസ്ഥിയോട് ചേർന്ന് വന്നു. ആമേൻ. ചേരേണ്ടത് ചേർന്ന് വരും. ആമേൻ. സ്ത്രീയുടെ തല പുരുഷൻ. ആമേൻ. അപ്പോൾ നിനക്ക് ചേർന്ന പുരുഷൻ തല നിൻ്റെ അടുക്കൽ വരണമെങ്കിൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക, ദൈവശബ്ദം കേൾക്കാൻ തയ്യാറാകുക, പ്രവചിക്കാൻ തയ്യാറാകുക. എൻ്റെ തല യേശുവിൻ്റെ നാമത്തിൽ വരട്ടെ. നീ കൽപ്പിക്കുക, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ തല എന്നോട് ചേർന്ന് വരട്ടെ. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ജീവിത പങ്കാളി എവിടെയാണോ അത് വേഗത്തിൽ ചേർന്ന് വരട്ടെ. എൻ്റെ വാരിയിൽ എവിടെയാണോ അത് വേഗത്തിൽ ചേർന്ന് വരട്ടെ. നീ പ്രവചിക്കണം. പലരിപ്പോൾ തപ്പി കണ്ടുപിടിക്കുന്നതുകൊണ്ട്, ഇത് കറക്റ്റ് തലയും കറക്റ്റ് വാരിയിലും അല്ലാത്തത് കൊണ്ട് പറ്റുന്നില്ല മുമ്പോട്ട് പോകാൻ. ആമേൻ. ചേരേണ്ടത് ചേർന്ന് വരും.
വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. നീ പ്രവചിക്കുക സഹോദര, നീ പ്രവചിക്കുക സഹോദരി, നീ പ്രവചിക്കുക നിയോഗത്തോടെ. ദൈവശബ്ദം കേട്ട് ആത്മനിയോഗത്തോടെ പറയുക, കൽപ്പിക്കുക. ചേർന്ന് വരിക. എനിക്കുള്ളത് തുറന്നു വരട്ടെ, എനിക്കുള്ളത് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ അടുക്കൽ വരട്ടെ. നീ കൽപ്പിക്കുക, നീ വിശ്വസിക്കുക. ദൈവം നിനക്ക് വേണ്ടി തക്ക തുണയെ ഒരുക്കിത്തരും. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ജീവിത പങ്കാളി നിൻ്റെ അടുക്കൽ വരും. അതിന് മുഖാന്തരത്തെ ദൈവം ഒരുക്കും. നീ ദൈവസന്നിധി കയറുക, ദൈവശബ്ദം കേൾക്കുക, ദൈവവചനം വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിക്കുക, കർത്താവിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുക, പരിശുദ്ധാത്മാവിൽ നിറയുക. അവൻ്റെ ആത്മാവ് നിന്നെ സകല സത്യത്തിലും വഴി നടത്തും. നിനക്ക് വേണ്ടുന്ന ഭാവിയെ അവൻ തുറന്നു തരും. വരണ്ടുണങ്ങിപ്പോയ ജീവിത സാഹചര്യത്തിൻ്റെ അകത്തു നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തെടുക്കും. ഏത് സിറ്റുവേഷൻ്റെ അകത്താണെങ്കിലും നിങ്ങളതിനകത്ത് അത്ഭുതം കാണും. ഈ വചനം വിശ്വസിച്ച് ആമേൻ പറയുക. നിങ്ങൾ അത്ഭുതം കാണും. നിങ്ങളുടെ തലമുറയിൽ അതായത് നിങ്ങൾ കാണും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങൾ അത്ഭുതം കാണും. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അകത്ത് ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥയാണോ, അതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു ജീവൻ്റെ എഴുന്നേൽപ്പ് നിങ്ങൾ കാണും. നിങ്ങളുടെ മേൽ അവൻ എന്താണോ വെച്ച് പിടിപ്പിക്കേണ്ടത് അത് വെച്ച് പിടിപ്പിക്കും. ഞരമ്പാണില്ല, അത് ഞരമ്പ് പിടിപ്പിക്കും. മാംസമില്ലേ, മാംസം പിടിപ്പിക്കും. ത്വക്കില്ലേ, ത്വക്ക് കൊണ്ട് പൊതിയും. ശ്വാസമില്ലേ, അവൻ ശ്വാസം ഊതും. നിന്നെ ജീവനുള്ളവനാക്കി നിന്നെ എഴുന്നേൽപ്പിക്കും. നീ ഒരു അത്ഭുതമായി മാറും. നിൻ്റെ ജീവിതം ഒരു അനുഗ്രഹമായി മാറും. ഏത് സിറ്റുവേഷനെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഈ വചനം ജീവനും അത്ഭുതമായി മാറട്ടെ. ഈ വചനങ്ങളാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് എന്നോട് അറിയിച്ച ചില പ്രവചന ശബ്ദം കൂടെ ഞാൻ കൈമാറുന്നു. ദൈവമക്കൾ ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എന്നോട് അറിയിച്ച ചില പ്രവചന ശബ്ദങ്ങൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് എന്നോട് ഇടപെട്ട സംഭവം, റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കണം. അത് സംഭവിച്ചാൽ ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കും. രാജ്യങ്ങൾക്ക് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കുന്ന, ഒത്തിരി ജനങ്ങൾ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ, സന്തോഷം സമാധാനം നഷ്ടപ്പെടുന്ന ഒരു യാത്രകൾക്കൊക്കെ ഒത്തിരി വിലക്ക് വരുന്ന ഒരു സംഭവം ഉണ്ടാകും. ദൈവജനം പ്രാർത്ഥിക്കണം. ആവശ്യത്തിൽ 2 രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർക്ക് ദൈവം മാനസാന്തരം കൊടുക്കട്ടെ. കർത്താവ് ഇടപെടട്ടെ. ക്രമസമാധാനം ഉണ്ടാകട്ടെ. സമാധാനപരമായി രാജ്യങ്ങൾ മുമ്പോട്ട് പോകുവാൻ ഈ 2 രാജ്യങ്ങളോർത്ത് പ്രാർത്ഥിക്കുക. റഷ്യയും അമേരിക്കയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കട്ടെ. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട മറ്റൊരു സംഭവം, പുതിയ യുദ്ധ തന്ത്രങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. പുതിയ യുദ്ധ ശൈലികൾ ഉണ്ടാകാൻ പോകുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന ശബ്ദം ഇതാണ്. റേഡിയേഷൻ എന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു. ഞാൻ കർത്താവേ എന്താ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, ഈ യുദ്ധങ്ങൾ ഉണ്ടായി, അതിൻ്റെ അകത്ത് ജനം അറിയാതെയുള്ള ചില സ്ഫോടനങ്ങൾ, ചില സംഭവങ്ങളുണ്ടാവും. അത് സംഭവിക്കുന്നത് ജനങ്ങൾ ഒത്തിരി മരണപ്പെടുന്ന സംഭവങ്ങളാണ്. അത് സംഭവിക്കുന്നത് റേഡിയേഷൻ, പല ജനത്തിനും ഇത് അറിയത്തില്ല. സംഭവം എന്താണെന്ന് അറിയത്തില്ല. ഇതെങ്ങനെ മരണം സംഭവിച്ചെന്നോ അല്ലെങ്കിൽ ഇതെന്താ പറ്റിയെന്നോ ജനം അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. റേഡിയേഷൻ അടിച്ച് രോഗികളായിത്തീരുന്ന ഒരു സിറ്റുവേഷൻ. അതുകൂടാതെ ജനത്തിന് വൈകല്യങ്ങൾ സംഭവിക്കുന്നു.
ആ രാജ്യത്തെ ജനങ്ങൾ ബലഹീനരായിത്തീരുന്ന സിറ്റുവേഷനുകൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന റേഡിയേഷൻ കൊണ്ട് യുദ്ധം ചെയ്യുന്ന, ജനത്തെ നശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിഷ പദാർത്ഥങ്ങൾ ഇട്ട് ജനത്തെ കൊല്ലുന്ന യുദ്ധങ്ങളും, റേഡിയേഷൻ നിമിത്തം ജനത്തെ കൊല്ലുന്ന സംഭവങ്ങളും യുദ്ധങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥന റൂമിൽ ഞാൻ കേട്ട ശബ്ദമാണ് റേഡിയേഷൻ. ഇതെന്താ കർത്താവ് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, റേഡിയേഷൻ പോലൊരു സംഭവം കൊണ്ട് ജനത്തെ കൊന്നൊടുക്കുന്ന യുദ്ധത്തിൻ്റെ പുതിയ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. റേഡിയേഷൻ അടിപ്പിച്ച് ജനത്തെ, രാജ്യത്തെ ഇല്ലാതെയാക്കുന്ന സംഭവം ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആ വലിയ അനർത്ഥങ്ങളിൽ നിന്ന് രാജ്യങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. ആ വിഷയത്തെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ കാണിച്ച മറ്റൊരു ദർശനം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ കാണിക്കുകയാണ്. വലിയ ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ലൈറ്റ് ഹൗസാണ് കർത്താവിനെ കാണിക്കുന്നത്. ആ ലൈറ്റ് ഹൗസിൻ്റെ മീതെ കൂടെ തിരമാല ഉയർന്നു വരുന്നൊരു സംഭവം പരിശുദ്ധാത്മാ കാണിക്കുന്നു. ഈ ലൈറ്റ് ഹൗസ് വെക്കുന്നത് കടലിൽ പോയിരിക്കുന്ന കപ്പലുകൾക്ക്, ബോട്ടുകൾക്ക് അവർക്ക് തിരിച്ചു വരുവാനുള്ള വഴി കാണിക്കാൻ, കര കാണിക്കാനുള്ള ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസ് നല്ല ഹൈറ്റിലാണ്. കടലിൽ പോയിരിക്കുന്നവർക്ക് കാണണം. ഈ ലൈറ്റ് കാണാൻ തക്കവണ്ണം നല്ല ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. ആ ലൈറ്റ് ഹൗസ്, നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ലൈറ്റ് ഹൗസിൻ്റെ മീതെ കൂടെ തിരമാല ഉയർന്നു പൊങ്ങുന്ന ഒരു സംഭവം പരിശുദ്ധമായി കാണിച്ചു. കർത്താവ് പറയുന്നു, ഈ നമ്മുടെ കേരളത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് ഭാരതത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉയർന്നു പൊങ്ങുന്ന വലിയൊരു സുനാമി ഉണ്ടാകാൻ പോകുന്നു. ലൈറ്റ് ഹൗസിൻ്റെ മീതെ കൂടെ ഉയർന്നു പൊങ്ങി വരുന്ന വലിയൊരു സുനാമി തിരമാല നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. നമ്മുടെ കേരളത്തിൻ്റെ മേലുണ്ടാകാൻ പോകുന്നു. ദൈവത്തിന് പ്രാർത്ഥിക്കണം. ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനൊരു സംഭവം, ലോകത്തെ മുക്കുന്ന വിധത്തിലുള്ള സംഭവം ഉണ്ടാകാൻ പോകുന്നു. ആമേൻ. ദൈവജനം പ്രാർത്ഥിക്കുക. ആമേൻ. ഞാൻ ഈ സംഭവം കണ്ടുകൊണ്ടിരിക്കാൻ തുറന്ന മനസ്സോടെ ഞാൻ പറയുന്നു. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുക, ആ സംഭവം നടക്കുന്ന സ്പോട്ടിൽ ഞാനുമുണ്ട്. ഇത് ഉയർന്ന് ഈ തിരമാല ആ ലൈറ്റ് ഹൗസിൻ്റെ മീതെ കൂടെ ഉയർന്നു പൊങ്ങുമ്പോൾ അവിടെ നിന്ന് ഞാൻ ശബ്ദം കേൾക്കുന്നു. അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞ ശബ്ദം എനിക്ക് കേൾക്കാം. ഇത് കർത്താവിൻ്റെ വരവാണ്, ഇത് കർത്താവിൻ്റെ വരവാണ് എന്ന് ഇവർ പറയുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. പെട്ടെന്ന് ഞാൻ ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് കർത്താവെ, ഞാൻ പറയാം, കർത്താവെ എന്നോട് കരുണ തോന്നാൻ എന്തെങ്കിലും കുറവ് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ അപ്പ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ കാണുക. പ്രൈസലോ. ഞാൻ തുറന്ന മനസ്സോടെ പറയുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. വലിയൊരു സുനാമി നമ്മുടെ ഭാരതം നേരിടാൻ പോകുന്നു. അതിൻ്റെ തീവ്രത കുറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തെ, നമ്മുടെ ഭാരതത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ. ഇത് രാജ്യങ്ങളിൽ സംഭവിക്കും. ദൈവജനം പ്രാർത്ഥിക്കുക. അതിനധികം താമസമില്ല, അതിന് സമയം അടുത്തു. ദൈവജനം പ്ലീസ് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വരവേറ്റവും അടുത്തു. നമുക്കൊരുങ്ങാം. ഞാൻ വ്യക്തമായി ആ വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന ശബ്ദമാണ് ഞാൻ കൈമാറിയത്. ഇത് കർത്താവിൻ്റെ വരവാണ്, ഇത് കർത്താവിൻ്റെ വരവെടുത്തു എന്ന് ഞാൻ കേൾക്കുക. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നോട് കരുണ തോന്നണം, എന്നോട് മനസ്സറിയണം, എന്തെങ്കിലും കുറവ് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നതും കൂടെ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുക. ദൈവജനം പ്രാർത്ഥിക്കുക. ദൈവമക്കൾ ഒരുങ്ങുക. കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. ആമേൻ. ഏത് പ്രതിസന്ധി, ഏത് സംഭവങ്ങൾ നിന്ന് വന്നാലും നമ്മൾ അതിൽ അകപ്പെടാതിരിക്കാൻ കർത്താവ് സൂക്ഷിക്കട്ടെ. ഇനി ഏതെങ്കിലും സംഭവം ഉണ്ടായാൽ നിത്യതയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ കാണുവാൻ തക്കോണം നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇത് നിസ്സാരമായി എടുക്കാതെ ദൈവജനം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക.
ദേശത്തിനു വേണ്ടി, നമ്മുടെ ഭാരതത്തിനു വേണ്ടി നമുക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഇത് കർത്താവിൻ്റെ വരവിൻ്റെ സമയം. നമുക്കൊരുങ്ങാം. ഇത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് മറ്റൊരു ദർശനം കാണിക്കുന്നത് ഒരു ഫ്ലൈറ്റ്, ഇങ്ങനെ പറന്നു പോകുന്ന ഒരു ഫ്ലൈറ്റിനെ ദൈവാത്മാവ് കാണിക്കുന്നു. അത് പറന്ന് ലാൻഡ് ചെയ്യാനുള്ള സമയമായി വരുന്നൊരു ഫ്ലൈറ്റ് താന്നു വരുന്നു. ആ ഫ്ലൈറ്റിൻ്റെ റൈറ്റ് സൈഡിൽ എൻജിൻ്റെ അവിടെ വലിയ തീ കത്തുന്ന സംഭവം പരിശുദ്ധാത്മാവ് കാണിച്ചു. തീ കത്തിയിട്ട് പിന്നെ അപ്പം തന്നെ കേൾക്കുന്ന ഒരു ശബ്ദമാണ് ക്രാഷ് ലാൻഡിങ് എന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു. ക്രാഷ് ലാൻഡിങ് എന്നൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു. ഞാൻ കർത്താവ് ഇതെവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ കർത്താവിനോട് പറയുന്ന ശബ്ദം ഇത് ഡൽഹിയിലാണ് സംഭവിക്കുന്നത്. ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്ലൈറ്റ് ഒരു ക്രാഷ് ലാൻഡിങ് ഉണ്ടാകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക, ആ അനർത്ഥം ഒഴിവാകട്ടെ. കർത്താവ് സംരക്ഷിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് ദൈവജനം പ്രാർത്ഥിക്കുക. ഞാൻ വ്യക്തമായി ആ ദർശനം കർത്താവിനെ കാണിച്ച സംഭവമാണ് ഞാൻ പറയുന്നത്. ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നിറങ്ങുന്നു. അതിൻ്റെ റൈറ്റ് സൈഡിൽ എഞ്ചിൻ്റെ ഭാഗത്ത് തീപിടുത്തമുണ്ടാകുന്നു. അപ്പോൾ ഞാൻ ശബ്ദം കേൾക്കുന്നു, ക്രാഷ് ലാൻഡിങ് നടക്കാൻ പോകുന്നു. ഈ സംഭവം ഡൽഹിയിലാണ് സംഭവിക്കുന്നത്. എന്നോട് വ്യക്തമായ ദൈവാത്മാവ് പറഞ്ഞ ശബ്ദമാണ്. ഇത് ഡൽഹിയിലാണ് സംഭവിക്കുന്നത്. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പം രാത്രി 2:45 സമയമായി. ഞാൻ ഇത് 3-ാം തീയതി ആഗസ്റ്റ് മാസം, ഞാൻ 3-ാം തീയതി രാത്രി വെളുപ്പിന്, ഇപ്പോൾ 2:45 വെളുപ്പിനെയായി, 4-ാം തീയതിയിലേക്ക് കയറുകയാണ്. ഈ സമയത്താണ് ഞാൻ പ്രസംഗിക്കുന്നത്. ആമേൻ. എന്നോട് കർത്താവ് അറിയിച്ച ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. ആമേൻ. നിങ്ങളിത് ഈ പ്രവചന ശബ്ദം കേൾക്കുകയും നിങ്ങൾ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക. കേൾക്കപ്പെട്ട പ്രവചന ശബ്ദങ്ങൾ, വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുഗ്രഹമായി മാറട്ടെ. പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.